കുംഭം രാശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട്. വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ വ്യാഴം 4-ൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുവെ സമയം ശരിയല്ല. അപ്പോൾ വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും, കഷ്ടങ്ങളൊക്കെ വരിക, മനസമാധാനക്കുറവുകൾ വരിക, വീട്ടിലേക്ക് വരാൻ തോന്നാത്ത അവസ്ഥകൾ വരിക. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കലഹങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ എന്നുള്ളതാണ് പറയാം. ഈ ഒരു പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് സമാധാനങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു പൊതുവെ കാലഘട്ടം. അപ്പോൾ വീട്ടിൽ തന്നെ 4-ാമത്തെ വീട്ടിൽ സഞ്ചരിക്കുന്ന 4-ാം ഭാവത്തിൽ വ്യാഴം പോകുന്നത് അത്ര ശുഭകരമായി കണക്കാക്കുന്നില്ല. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ വ്യാഴത്തിൻ്റെ സംക്രമം ചില പ്രശ്നങ്ങളുണ്ടാകും. ആരോഗ്യപരമായി നന്നായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ജോലിക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കുക. നിങ്ങളുടെ അമ്മയുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുക. ചില വിഷയങ്ങൾ വർഷത്തിൽ തുടക്കത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നിലനിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ നമുക്ക് കഷ്ടങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതേപോലെ മനസ്സിനും വീട്ടിലും അസ്വസ്ഥതകളൊക്കെ കുറയുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സമാധാനങ്ങൾ കുറഞ്ഞു കിട്ടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ശരീരക്ലേശങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് പറയുക. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുക. ധനാഗമനങ്ങൾ ഉണ്ടാകുമെങ്കിലും അനാവശ്യക ചെലവുകൾ ഒഴിവാക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. മനസ്വസ്ഥത കുറയും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലുള്ളവർ അതിന് ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിച്ച് നടത്തുക. പൊതുപ്രവർത്തകർക്ക് സ്ഥാനനഷ്ടം വരാനിടയുണ്ട്. പ്രമേഹ രോഗമുള്ളവർക്ക് നേത്രരോഗവും വ്രണങ്ങളും വരാതിരിക്കാൻ സൂക്ഷിക്കണം. ആയുധം കൊണ്ടോ മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒന്നാണ്. വാഗ്ദോഷങ്ങൾ മൂലം പല കലഹങ്ങളും ഉണ്ടാകും. അതും ശ്രദ്ധിക്കണം. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ ശ്രമിക്കും. കൂടുതൽ സംസാരിക്കുന്നതും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ പറയാം. ശരീരഭംഗിയെക്കുറിച്ച് ആശങ്കയുണ്ടാകും എന്നാണ് പറയാം. പുതിയ ശയനോപകരണങ്ങൾ വാങ്ങാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബന്ധുജനങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാവും. അവർ പിണങ്ങിപ്പോകുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. കഷ്ടങ്ങളധികം മാറിക്കിട്ടും. ഇപ്പോൾ ഈ ഒരു 7-ാം ശനി ഉള്ളത് കൊണ്ട് നമുക്ക് ജയിൽവാസങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു യോഗം എന്ന് പറയാം. കാരാഗൃഹം ബന്ധനം എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അന്യരുമായിട്ടുള്ള ബിസിനസ്സൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്യരുമായിട്ടുള്ള വ്യാപാരങ്ങളോ അല്ലെങ്കിൽ തൊഴിലുകളോ ബിസിനസ്സുകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപവാദങ്ങൾ കേൾക്കാം. അവരിൽ നിന്നും ചതി വഞ്ചനകൾ വരാനും ചിലപ്പോൾ നമുക്ക് ജീവിതം തന്നെ നഷ്ടപ്പെടാനുമുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതൊരു പൊതുഫലമാണ് എന്നുള്ളത് പറയുക. അല്ലെങ്കിൽ ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു വ്യാഴം 4-ൽ നിന്നുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളും ഉണ്ടാകും. പക്ഷേ 7-ാം ശനിയും വ്യാഴം വഴിയും ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപരിചിതരുമായിട്ട് കൂട്ടുകെട്ടോ ബിസിനസ്സോ അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയോ ചെയ്യരുത്. ധനനഷ്ടത്തിനും മാനനഷ്ടത്തിനുമുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയാം. ശരി, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു പരിഹാരം എന്താണ്, അതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇവിടെ ജന്മശനി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ പറയാച്ചാൽ ആദ്യം നമുക്ക് പറയേണ്ടത് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ പോയിട്ട് പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നീരാഞ്ജനം ചെയ്യുകയും എള്ളുതിരി തെളിയിക്കുകയും ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുക അല്ലെങ്കിൽ വെറ്റിലമാല ചാർത്തുക, കുങ്കുമാർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് ശിവനും പാർവതിയുമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഉമാമഹേശ്വര പൂജ കൊടുക്കുന്നതും വളരെ ഗുണം ചെയ്യും. ഇനി ഇവിടെ വ്യാഴത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭാഗ്യസൂക്തം, പുരുഷസൂക്തം എന്നീ വഴിപാടുകൾ ചെയ്യുന്നത് ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സഹസ്രനാമം നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വീട്ടിൽ ജപം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇതിലേറൊക്കെ നമുക്ക് എന്ന് പറയുക ധർമ്മദൈവം പ്രസാദിച്ചേ തളിർപ്പൂ തറവാടുകളാണ്. അപ്പോൾ ധർമ്മദൈവകാരകനായിരിക്കുന്ന ഗ്രഹത്തെ നിത്യവും പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിക്കുക.
സന്ധ്യാനേരങ്ങളിൽ കുട്ടികളും എല്ലാവരും ചേർന്ന് നാമജപങ്ങൾ ചെയ്യുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ www.bestastrologerkerala.com എന്ന നമ്പറും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. നന്ദി.